ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. സൺഡേ സിറ്റി സെൽമയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് താളുകറി, തനി നാടൻ കറിയായ ചേമ്പിൻ തണ്ട് കൊണ്ടുള്ള താളുകറി. ഇതിലേക്ക് വേണ്ട ചേരുവകൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. ചേമ്പിൻ്റെ തണ്ടാണ് താള്. ഇതിൻ്റെ ഇല കട്ട് ചെയ്തതിന് ശേഷം 3-4 പീസുകളാക്കിയിട്ട് ഇതുപോലെ പുറന്തൊലി കളഞ്ഞ് വട്ടത്തിൽ അരിഞ്ഞെടുക്കണം. താള് പുറന്തൊലി കളഞ്ഞ് വട്ടത്തിൽ അരിഞ്ഞ് കഴുകിയെടുത്തത് 4 കപ്പ്. മുളക് പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, വെള്ളം 2 കപ്പ്, പുളി 1 നെല്ലിക്ക വലിപ്പം എടുത്ത് 1/4 കപ്പ് വെള്ളത്തിലിട്ട് കഴുകി പിഴിഞ്ഞ് അരിച്ചെടുത്തത്, വെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂൺ, വറ്റൽമുളക് 4 എണ്ണം, കടുക് 2 ടീസ്പൂൺ, കറിവേപ്പില 2 തണ്ട്, ഉലുവ 1/2 ടീസ്പൂൺ. അരപ്പിന് വേണ്ട സാധനങ്ങൾ: നാളികേരം ചിരകിയത് 1 കപ്പ്, ചുവന്നുള്ളി 3 എണ്ണം, ജീരകം 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, വെള്ളം 1/2 കപ്പ്. അരപ്പിന് വേണ്ട സാധനങ്ങളെല്ലാം കൂടി അരച്ചെടുത്ത അരപ്പാണിത്. ഒരു മൺചട്ടിയിലോട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് വച്ചിരിക്കുന്ന ചേമ്പിൻ്റെ താളും, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് എന്നിവയിട്ട് മിക്സ് ചെയ്യുക. ഇതിലോട്ട് നികക്കിയ വെള്ളമൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഞാനിവിടെ 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കുക. താള് നന്നായി വെന്ത് കഴിയുമ്പോൾ ഇതിലോട്ട് പുളി കഴുകി പിഴിഞ്ഞ് അരിച്ചു വച്ചിരിക്കുന്ന വെള്ളം ചേർത്തിളക്കുക. ഇത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഇതിലോട്ട് നമ്മൾ അരച്ചു വച്ചിരിക്കുന്ന അരപ്പ് കലക്കി ചേർക്കുക. തിളച്ച് ഗ്രേവി ഒന്ന് കുറുകി ഇടത്തരം അയവിലായാൽ അടുപ്പിൽ നിന്ന് വാങ്ങി വെച്ചിട്ട് ഇതിലോട്ട് കടുക് വറുത്തിടണം. കടുക് വറുക്കാൻ വേണ്ടി ഒരു പാനിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ കടുകിട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടിത്തുടങ്ങുമ്പോൾ ഉലുവ ഇട്ട് പൊട്ടിക്കുക. ഇതിലോട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കറിവേപ്പില, വറ്റൽമുളക് എന്നിവയിട്ട് ഫ്രൈ ചെയ്ത് കറിയിലോട്ടൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മുടെ തനി നാടൻ താളുകറി റെഡിയായിട്ടുണ്ട്. ഇതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റി ചൂടോടുകൂടി ചോറിൻ്റെ കൂടെ സെർവ് ചെയ്യുക. നമ്മുടെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള താളുകറി റെഡിയായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.